ഇപ്പോഴുള്ള VC ഇൻചാർജ് പ്രൊഫസർ വിൻസെന്റ് മാത്യു ഇടതുപക്ഷ അനുഭാവിയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു ആർട്ട് ഫെസ്റ്റ് നടത്താനായി അംഗീകാരം നൽകിയതും അദ്ദേഹം തന്നെയാണ്. ഇപ്പോഴത്തെ സ്റ്റുഡന്റ് യൂണിയന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടോ? നിലവില് സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് എല്ലാ വർഷവും നടക്കുന്നതാണ് ആർട്സ് ഫെസ്റ്റിവൽ. അതിന്റെ ഭാഗമായി കൊണ്ടാണ് കങ്കാമൈത്ത് ഈ വർഷവും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നിലവിലുള്ള യൂണിയൻ തുടർന്നു കൊണ്ട് പോവുകയാണ്. അടുത്ത വർഷം അക്കാദമിക് വർഷത്തിലാണ് ഇത് അവസാനിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഒന്ന്, ഇവിടെ സ്റ്റുഡന്റ് യൂണിയൻ കൗൺസിൽ മീറ്റിങ്ങുകൾ നടന്നിട്ട് കഴിഞ്ഞ ഈ കങ്കാമയുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ട് ഒരു തവണ സ്റ്റുഡന്റ് കൗൺസിൽ മീറ്റിംഗ് ഇരുന്നതല്ലാതെ മറ്റൊരു തരത്തിലും ഇതര സംഘടനകളിൽ പെട്ട ഒരു കൗൺസിൽ അംഗത്തെയും അറിയിക്കാതെയാണ് ഇവിടെയുള്ള യൂണിയൻ ആർട്സ് ഫെസ്റ്റിവലായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇനി ഞങ്ങൾ കടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായുള്ള ഓഡിറ്റിംഗ് സംവിധാനം കൂടെ കൊണ്ടുവരണമെന്ന് ABP ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് മറ്റാരെയും അറിയിക്കാതെ സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം സംഘടന SFI സംഘടന തീരുമാനിക്കുന്ന ജഡ്ജസിനെ കൊണ്ടുവന്ന് പരിപാടികളിൽ വാല്യുവേഷൻ നടത്തിക്കൊണ്ട് തങ്ങളുടേതായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള SFI സംഘടന ശ്രമിക്കുന്നുണ്ട്. അതിനെതിരെ ABP പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ യൂണിയൻ 10 അംഗ യൂണിയനില് ABVPയുടെ പ്രതിനിധികളെ മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് പല തവണകളിലായിട്ട് അൺഒഫീഷ്യൽ ചർച്ചകൾ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ കങ്കാമയുമായി ബന്ധപ്പെട്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊക്കെ തന്നെ SFIയുടെ പ്രവർത്തകരെ തിരികെ കയറ്റിക്കൊണ്ട് ഈ പരിപാടി യൂണിവേഴ്സിറ്റി ഫണ്ട് ചെയ്യുന്ന ഈ പരിപാടി ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള SFI പ്രവർത്തകരും SFI യൂണിറ്റും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കൊണ്ടാണ് അവരുടെ ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവരുടെ ആശയം പ്രചരിപ്പിക്കുവാൻ വേണ്ടി യൂണിവേഴ്സിറ്റി ഉപയോഗിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി സാമ്പത്തികം തീർച്ചയായും ആ ഒരു വിഷയം ഇപ്പോൾ വിവാദമായിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ചും ശ്രീ വിൻസെന്റ് മാത്യുവിന് എതിരായിട്ടുള്ള ഒരു വിവാദം കൊഴുക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വിൻസെന്റ് മാത്യുവിന്റെ രാഷ്ട്രീയവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളും അല്ല ഇവിടെ പ്രധാനം. ഇവിടെ ആന്റി നാഷണൽ എലമെന്റ്സ് വരച്ചു വെച്ചതിന് ശേഷം അവിടെ VC തീരുമാനമെടുക്കുവാൻ വേണ്ടിയിട്ട് 4-5 മണിക്കൂറുകളോളം വൈകി എന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം. ഞങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമാക്കിയതും അത് തന്നെയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഈ ക്യാമ്പസിനകത്ത് ആന്റി നാഷണൽ തിങ്സ് നടക്കുന്ന സമയത്ത്, ആന്റി നാഷണൽ പോസ്റ്ററുകൾ വരുന്ന സമയത്ത്, ഈ രാജ്യത്തെ അപമാനിക്കുന്ന പോസ്റ്ററുകൾ വരുന്ന സമയത്ത് അതിനെതിരെ ശക്തമായ ഇടപെടലുകൾ നടത്തേണ്ടുന്ന ഭരണകൂടം അതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് 5 മണിക്കൂറിന് ശേഷം ഈ തീരുമാനത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഇടയായ സാഹചര്യം. അത് തീർത്തും ഗൗരവപരമായ കാര്യമാണ്. ഈ ക്യാമ്പസിന്റെ സമാധാന അന്തരീക്ഷവും ഈ ക്യാമ്പസിന്റെ സാമൂഹ്യ അന്തരീക്ഷവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന VC ഉൾപ്പെടെയുള്ള അഡ്മിനിസ്ട്രേഷനിലുള്ള ആളുകൾ അവർ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നുവെങ്കിൽ അത് ഇന്ന് വൈകുന്നേരം വരെ ഈ പോസ്റ്റർ ഈ ക്യാമ്പസിനകത്ത് നിൽക്കില്ലായിരുന്നു. അത് ഇവരുടെ രാഷ്ട്രീയ ചായ്വുകൾ കൊണ്ടോ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ടോ ആണെന്ന് ഞങ്ങൾ കരുതുകയാണ്.